ഹലോ ഗായ്സ്, ഹൈവേ യൂസേഴ്സിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളോട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടോ ഓട്ടോമാറ്റിക് വാഹനങ്ങളുണ്ടോയെന്ന്. അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് നല്ലൊരു വാഹനം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് ആർക്കും ഒരു നഷ്ടം വരില്ല. കാരണം ഒരുപാട് നല്ല നല്ല ലോ ബഡ്ജറ്റ് വാഹനം നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി 2016 മോഡൽ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് ആണ്, ട്രാൻസ്മിഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. വണ്ടിൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ തന്നെ എല്ലാ ഭാഗവും ക്ലിയർ ആണ്. ആക്സിഡൻറ്റോ റീപ്ലേസോ ഫ്ലഡ് എഫക്റ്റോ അങ്ങനത്തെ ഒരു അങ്ങനത്തെ വെഹിക്കിൾ അല്ലാതെ തന്നെ നമ്മൾ ഗ്യാരണ്ടി തരും കേട്ടോ. അപ്പോൾ വണ്ടീൻ്റെ എല്ലാ ഭാഗവും നോക്കുകയാണെങ്കിൽ ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാ ഭാഗവും വൃത്തിയുള്ള വാഹനമാണ് കേട്ടോ. പിന്നെ വണ്ടിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ഇത് ഡീസൽ എഞ്ചിനാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഡീസൽ എഞ്ചിനാണ് ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മൈലേജ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. നല്ല വൃത്തിയുള്ള വാഹനമാണ്. ഒരു വിധത്തിലുള്ള കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നമുക്ക് ചെക്ക് ചെയ്ത് എല്ലാ കാര്യവും ഉറപ്പ് വരുത്തി നമുക്ക് എടുക്കാൻ കഴിയുന്നൊരു വാഹനം കേട്ടോ. നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വേണ്ടി നിങ്ങൾ പറയുന്നത് വർക്ക്ഷോപ്പിൽ കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ച് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാം. ഒരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഞാൻ എടുത്തിട്ട് പറയുന്ന കാര്യം വെച്ചാൽ നമുക്ക് വണ്ടി അത്രയ്ക്ക് ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. നിങ്ങൾ വീഡിയോ കാണാൻ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നോക്കുകയാണെങ്കിൽ തന്നെ പവർ വിൻഡോൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, അതേപോലെ ലോക്കിൻ്റെ സ്വിച്ച്, ബാക്ക് ഡിക്കിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ ആ ഡോറിൽ തന്നെ വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ഇൻറ്റീരിയർ തന്നെയാണ് വന്നിട്ടുള്ള. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വൃത്തിയിലാണ് വാഹനത്തിന് നിലവിലുള്ളത്. അപ്പോൾ നല്ലൊരു വൃത്തിയുള്ള സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത് അത്യാവശ്യം നല്ലൊരു വൃത്തിയുള്ള ബാക്ക് സീറ്റിൽ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഞാനൊരു ബാക്കിൽ ഇരിക്കാൻ കഴിയുന്ന ഒരു ലെഗ് സ്പേസ് കാര്യങ്ങളും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ബാക്കിൽ നമ്മളെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ എ സിൻ്റെ വീട്ടിലെ ബാക്കിലും നമുക്ക് റിയറിൽ വരുന്നുണ്ട്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറാണ് ബാക്കിലും വന്നിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ മീറ്റർ കൺസോളിലേക്ക് നോക്കുകയാണെങ്കിൽ 94,000 കിലോമീറ്റർ ഈ വാഹനം റൺ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കണ്ടീഷനോട് കൂടിയുള്ള വാഹനം തന്നെയാണ്. നോക്കുകയാണെങ്കിൽ തന്നെ നല്ല രീതിയിലുള്ള സ്റ്റീരിയോ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങൾ, അതേപോലെ എ സിൻ്റെ കൺട്രോൾ കാര്യങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നോക്കുകയാണെങ്കിൽ AC, പവർ ഷെയറിംഗ്, പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, അതേപോലെ മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, റിയർ വൈപ്പർ കാര്യങ്ങളെല്ലാം വാഹനത്തിന് വരുന്നുണ്ട്. നല്ലൊരു വൃത്തിയുള്ള വാഹനമാണ്. അത്തരത്തിലുള്ള നല്ലൊരു വൃത്തിയുള്ള ഒരു പാർട്ടി ഉപയോഗിച്ച വാഹനമാണ് നിലവിലുള്ളത്. വാഹനമുള്ളത് കേട്ടോ. അപ്പോൾ ഈ വാഹനത്തിൻ്റെ ടയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു അലോയ് വീൽ വാഹനത്തിന് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം 100% പുതിയ ടയറാണ് വാഹനത്തിന് വന്നിട്ടുള്ളത്. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഓരോരോ ഭാഗങ്ങളും നല്ല വൃത്തിയിൽ തന്നെ നല്ല വ്യക്തതയോടെ നിങ്ങൾക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ മിറർ ഫോൾഡിങ്, അതേപോലെ മിറർ അഡ്ജസ്റ്റിങ് കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനുണ്ടോ. അപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തന്നെ കാണിക്കുന്നുണ്ട്. എഞ്ചിൻ റൂം കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം. വാഹനത്തിൻ്റെ എല്ലാ ഭാഗവും നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. അപ്രൂവ്, അതേപോലെ ഒരു തരത്തിലുള്ള ആക്സിഡൻറ്റോ റീപ്ലേസോ കാര്യങ്ങളോ സംബന്ധിച്ചതല്ല, ഒരിക്കൽ കൂടെ പറയാണ്. പിന്നെ ബോണത്തിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ. ഒരു തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിന് വന്നിട്ടില്ല കേട്ടോ. എല്ലാ ഭാഗം ഞാൻ വ്യക്തതയോടെ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ. ഇപ്പോൾ വാഹനത്തിൻ്റെ എല്ലാ ഭാഗം നോക്കുകയാണെങ്കിൽ തന്നെ ക്ലിയർ ആണ്. അപ്പോൾ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് വെച്ചാൽ 6 ലക്ഷം രൂപയാണ്. നല്ല രീതിയിലുള്ള നെഗോഷ്യബിൾ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്നത് വയനാടാണ്, വടുവഞ്ചാലാണ്. ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ പേജ് ഉണ്ട്, ഹൈവേ യൂസേഴ്സ് എന്നാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലെ പേജും. അതും എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ സ്ക്രീനിലും കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. സ്ഥലം വരുന്നത് വയനാടാണ്, വടുവഞ്ചാലാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വേഗം കോൺടാക്ട് ചെയ്തോളൂ. നമ്മുടെ വണ്ടീൻ്റെ ഉദ്ദേശം വില പറഞ്ഞു 6 ലക്ഷം രൂപയാണ് വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, നമ്മളത് പരിഹരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ വിളിച്ചോളി. സ്ഥലം വരുന്നത് വയനാടാണ്, വടുവഞ്ചാലാണ്. അപ്പോൾ നല്ലൊരു പുതിയൊരു വാഹനമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും കാണും. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ കൂട്ടണേ.